എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 13ാമത്തെ സർഗത്തിലെ 6 മുതൽ 13 വരെയുള്ള ശ്ലോകങ്ങളിലുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് രാജാവ് വസിഷ്ഠനോട് എല്ലാ അനുവാദവും ചോദിച്ചു, ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു. എല്ലാ ഭാരങ്ങളും അങ്ങ് തന്നെ ചുമതലപ്പെട്ട രീതിയിൽ ചെയ്തു തീർക്കണമെന്നൊക്കെ പറഞ്ഞു. ഇനി വസിഷ്ഠൻ എന്തൊക്കെയാണ് മറ്റുള്ള ഋഷിമാരോടും അവിടുത്തെ രാജഭക്തന്മാരോടും ഒക്കെ പറയണത് എന്നുള്ളതാണ് പറയാൻ പോണത്. നമുക്ക് ആദ്യം 6ാമത്തെ ശ്ലോകം നോക്കാം. തതോ ബ്രവീദ്വിജാൻ വൃദ്ധാൻ യജ്ഞകർമ്മസു നിഷ്ഠിതാൻ സ്ഥാപത്യേ നിഷ്ഠിതാംശ്ചൈവ വൃദ്ധാൻ പരമധാർമ്മികാൻ. അപ്പോൾ തന്നെ വസിഷ്ഠൻ എന്താണ് ചെയ്തതെന്ന് പറയാണ്. തതോ ബ്രവീദ് ദ്വിജാൻ വൃദ്ധാൻ യജ്ഞകർമ്മസു നിഷ്ഠിതാൻ. ആരാണ് പറഞ്ഞത്? തത അബ്രവീദ്. അതിനുശേഷം ആ ദ്വിജോത്തമൻ, അതായത് വസിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞു. ആരോടൊക്കെയാ പറഞ്ഞത്? വൃദ്ധാൻ ദ്വിജാൻ യജ്ഞകർമ്മസു നിഷ്ഠിതാൻ സ്ഥാപത്യേ നിഷ്ഠിതാൻ പരമധാർമ്മികാൻ വൃദ്ധാൻ തത അബ്രവീദ്. തത വസിഷ്ഠ അബ്രവീദ്. അതിനുശേഷം വസിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞു. ആരോടാണ് പറഞ്ഞത്? പ്രായം ചെന്നിട്ടുള്ളവരായ, അതാണ് വൃദ്ധാൻ ദ്വിജാൻ, നല്ല പ്രായമുള്ളവരായിട്ടുള്ള ബ്രാഹ്മണര്. മാത്രമല്ല അവർക്ക് യജ്ഞകർമ്മങ്ങളൊക്കെ നല്ലോണം ചെയ്യാനറിയാം. അതാണ് യജ്ഞകർമ്മസു നിഷ്ഠിതാൻ. യജ്ഞകർമ്മത്തിൽ നല്ല നിഷ്ഠയുള്ളവരായിട്ടുള്ള, ഒരു മാറ്റവും വരുത്താതെ ചെയ്തുകൊണ്ടേയിരിക്കുന്നവരായിട്ടുള്ള, യജ്ഞകർമ്മങ്ങൾക്ക് യാതൊരു നീക്കുപോക്കും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നവരായ വൃദ്ധന്മാരായിട്ടുള്ള ബ്രാഹ്മണരെ വിളിച്ചു വരുത്തിയിട്ട് ഈ കാര്യമൊക്കെ രാജാവ് എന്താണോ പറഞ്ഞത് അതൊക്കെ പറഞ്ഞു കൊടുത്തു. മാത്രമല്ല സ്ഥാപത്യേ നിഷ്ഠിതാൻ വൃദ്ധാൻ പരമധാർമ്മികാൻ. സ്ഥാപത്യം എന്ന് പറഞ്ഞാൽ വാസ്തുവാണ്, തച്ചുശാസ്ത്രം. ആ വിഷയത്തിൽ നല്ല ഗ്രാഹ്യമുള്ളവരായിട്ടുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടും കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതാണ് സ്ഥാപത്യേ നിഷ്ഠിതാൻ ച ഏവ. സ്ഥാപത്യവേദത്തിൽ നല്ല അവരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് വേണ്ടതെല്ലാം പറഞ്ഞു കൊടുത്തു. വൃദ്ധാൻ പരമധാർമ്മികാൻ, പരമധാർമ്മികന്മാരായിട്ടുള്ള വൃദ്ധന്മാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. യാഗം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നർത്ഥം. നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ആരൊക്കെയാണ് വിളിച്ചതെന്നാണ് പറയണത്. കർമാന്തികാൻ ശില്പകാരാൻ വർദ്ധകീൻ ഖനകാനപി ഗണകാൻ ശില്പിനശ്ചൈവ തഥൈവ നടനർത്തകാൻ. അടുത്ത ശ്ലോകം കൂടി നോക്കാം. തഥാ ശുചീൻ ശാസ്ത്രവിദഃ പുരുഷാൻ സുബഹുശ്രുതാൻ യജ്ഞകർമ്മ സമീഹന്താം ഭവന്തോ രാജശാസനാത്. പിന്നെയും കുറേ പേരെ വിളിച്ചു വരുത്തി. ആരെയൊക്കെയാണ് വിളിച്ചത്? അതാണ് കർമാന്തികാൻ ശില്പകാരാൻ വർദ്ധകീൻ ഖനകാൻ. ഇതൊക്കെ ഒരു കെട്ടിടം പണിക്ക് സഹായിക്കുന്നവരാണ്. തച്ചുശാസ്ത്രപ്രകാരം ഒരു കെട്ടിടം എങ്ങനെ പണിയാം, അതിന് ആരൊക്കെ ആവശ്യമുണ്ട് എന്നുള്ള ആൾക്കാരുടെ പേരാണ് പറയുന്നത്. കർമാന്തികന്മാർ, ശില്പകാരന്മാർ, വർദ്ധകികൾ, ഖനകന്മാർ. പേര് കേട്ടാൽ തന്നെ കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കെട്ടിടം ഏറ്റവും കൂടുതൽ ഉറപ്പോടുകൂടി മുകളിലേക്ക് പടുത്തുയർത്ത് കൊണ്ടുവരുന്ന ആളാണ്, അയാളെയാണ് വർദ്ധകി എന്ന് പറയുന്നത്. അതുപോലെ നിലമൊക്കെ കുഴിച്ച് വേണ്ട പരുവമാക്കിയിടുന്ന ആളാണ് ഖനകൻ. പിന്നെ കർമാന്തികന്മാരെ, ശില്പകാരന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇതിന് നല്ല ഭംഗിയും കെട്ടുറപ്പും ഒക്കെ കൊടുക്കുന്നവരായിട്ടുള്ള അങ്ങനെയുള്ള പ്രവർത്തകർ. മാത്രമല്ല ഗണകാൻ ശില്പിനശ്ചൈവ, ഗണകന്മാരെന്ന് വെച്ചാൽ നല്ല നാളും നേരമൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ജ്യോതിഷികളെ വിളിച്ചു വരുത്തി. അതോടൊപ്പം ശില്പിനശ്ചൈവ, നല്ല ശില്പികളെയും, അതായത് ഈ ശില്പങ്ങളും ഈ വലിയൊരു യാഗശാലയൊക്കെ തന്നെയാണല്ലോ പണിയാൻ പോണത്. അവിടെയൊക്കെ ശില്പങ്ങളുടെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ആ യാഗശാല വളരെ ഭംഗിയായിട്ട് പണിയണം എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവർത്തകരെ തന്നെ, ആശാരിമാരെ തന്നെ കൊണ്ടുവരണം. അതാണ് ഗണകന്മാരെയും ശില്പികളെയും ഒക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ നടനർത്തകന്മാരെയും കൊണ്ടുവന്നു. നടനർത്തകന്മാരെ എന്തിനാണ് കൊണ്ടുവന്നത്? ഇതിൻ്റെ കൂട്ടത്തിൽ എന്തിനാണ് അവരെ പറ്റി പറയണത് എന്നാണെങ്കിൽ, യാഗാദി കർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വേദപ്രധാനമായിട്ടുള്ള വൈദികമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ ധാരാളമുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് മനസ്സിനൊരു ഉല്ലാസമൊക്കെ തോന്നണം എന്നുണ്ടെങ്കിൽ നാടകമോ നൃത്യമോ ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അവരെയും വിളിപ്പിച്ചു. അതിനു വേണ്ടിയിട്ടാണ് അവരെ വിളിക്കുന്നത്. അതുകൊണ്ടാണ് നടനർത്തകന്മാരെയൊക്കെ വിളിച്ചു എന്ന് പറയണത്. എന്നിട്ട് നടനർത്തകന്മാരെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട്
അടുത്ത ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ്. അടുത്ത ശ്ലോകം ഇതിൻ്റെ തുടർച്ചയാണ്. തഥാ ശുചീൻ ശാസ്ത്രവിധ, നല്ല ശുദ്ധന്മാരായിട്ടുള്ള അമംഗളങ്ങളെ മേലൊന്നും പറ്റിപ്പിടിക്കാത്ത, അല്ലെങ്കിൽ പേരുദോഷമൊന്നും കേൾപ്പിക്കാത്തവരായിട്ടുള്ള കുറേ പേരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതാണ് തഥാ ശുചീൻ ശാസ്ത്രവിധ പുരുഷാൻ സുബഹുശ്രുതാൻ, വളരെ ശുദ്ധിയുള്ളവരായ, പ്രവൃത്തികളും വാക്കുമൊക്കെ വളരെ അതിനൊക്കെ ശൗചം പുലർത്തുന്നവരായിട്ടുള്ള സുബഹുശ്രുതാൻ പുരുഷാൻ, നല്ല വിദ്യാഭ്യാസമുള്ളവരായിട്ടുള്ള പുരുഷന്മാരെ, മനുഷ്യരെ, അല്ലെങ്കിൽ പുരുഷന്മാരെ എന്ന് തന്നെ അർത്ഥം എടുക്കാം, അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അവരോടൊക്കെ പറയാണ് യജ്ഞകർമ്മ സമീഹന്താം ഭവന്തോ രാജശാസനാത്, നിങ്ങളെല്ലാവരും കൂടിയിട്ട് യാഗം ചെയ്യണം എന്ന് വസിഷ്ഠൻ രാജാവിൻ്റെ വാക്കുകളായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതാണ് യജ്ഞകർമ്മ സമീഹന്താം, നിങ്ങളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് യജ്ഞകർമ്മം വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ടുള്ള പുറപ്പാടുകൾ നടത്തൂ. അതാണ് യജ്ഞകർമ്മ സമീഹന്താം ഭവന്ത രാജശാസനാത്. ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പറയണതല്ല. വസിഷ്ഠൻ ഒരു കാര്യം പറയുമ്പോൾ അത് വസിഷ്ഠൻ്റെ ഇഷ്ടത്തിന് പറയണതാണെന്ന് തോന്നും. അതല്ല, രാജാവ് പറഞ്ഞിട്ടാണ് ഞാനിത് പറയണത്. അതാണോ രാജശാസനാത് ഭവന്ത സമീഹന്താം, രാജാവിൻ്റെ ശാസനപ്രകാരം നിങ്ങളെല്ലാവരും ഈ യാഗാദി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് തയ്യാറായിരുന്നോളൂ എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ കൊണ്ടുവരണം അതാണ് 9ാമത്തെ ശ്ലോകത്തിലുള്ളത്. ഇഷ്ടകാ ബഹുസാഹസ്രീ ശീഘ്രമാനീയതാമിതി ഉപകാര്യാ ക്രിയന്താം ച രാജ്ഞോ ബഹുഗുണാന്വിതാഹ. ഒരു യാഗശാല, അതിന് വേണ്ടതായിട്ടുള്ള വേദിയൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് ധാരാളം ഇഷ്ടക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന ഇഷ്ടിക തന്നെയാണ്. അവയൊക്കെ കൊണ്ടുവന്നോളൂ. ഇഷ്ടക ബഹുസാഹസ്രീ ശീഘ്രം അനീയതാമിതി, അതായത് ഈ യാഗം ചെയ്യണമെങ്കിൽ ധാരാളം ഇഷ്ടികകൾ ആവശ്യമുണ്ട്. ഈ യാഗമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കും അതിന് ഇഷ്ടി എന്നൊക്കെ പേര് വരണത്. ഈ ഇഷ്ടികയ്ക്ക് ഇഷ്ടികകൾ കുറേയധികം കൊണ്ടുവരണം. അതാണ് സാഹസ്രീ, ആയിരക്കണക്കിന് ഇഷ്ടകാഹ, ബഹുസാഹസ്രീ ഇഷ്ടകാഹ ശീഘ്രം ആനീയതാം, വേഗം തന്നെ ആ ഇഷ്ടികകൾ കൊണ്ടുവന്നോളൂ. ഇഷ്ടികകൾ കൊണ്ടുവരപ്പെട്ടാലും എന്നർത്ഥം. എന്നിട്ട് അവ കൊണ്ടുവന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഉപകാര്യാ ക്രിയന്താം ച രാജ്ഞോ ബഹുഗുണാന്വിതാഹ. ബഹുഗുണാന്വിതാഹ ഉപകാര്യാഹ രാജ്ഞ ക്രിയന്താം. വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്തു തീർക്കാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ രാജാവിനായിട്ട് ചെയ്തു കൊടുക്കൂ എന്നുകൂടി ഉപദേശിക്കുന്നുണ്ട്. അതായത് ഈ കർമ്മകാരന്മാരെയൊക്കെ വിളിച്ചിട്ട് വസിഷ്ഠൻ പറയാണ്, നിങ്ങളെല്ലാവരും വളരെ ഭംഗിയായിട്ട് ഉത്സാഹിച്ചിട്ട് ഈ യാഗം പരിപൂർണമാക്കി തരേണ്ടതാണ്. അതിന് രാജാവ് എന്താണോ പറയണത് അതൊക്കെ ചെയ്യണം. ആദ്യം തന്നെ ഒരു യാഗത്തിനുള്ള വേദി ഒരുക്കണം. അതിന് ഇഷ്ടികകളൊക്കെ ധാരാളമായിട്ട് കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ട് ബഹുഗുണാന്വിതാഹ ഉപകാര്യാഹ ക്രിയാഹ, ധാരാളം ഗുണഗണങ്ങളുള്ളതായ നാട്ടുകാർക്കും ഭക്തന്മാർക്കുമൊക്കെ പ്രയോജനപ്പെടുന്നതായിട്ടുള്ള പ്രവൃത്തികൾ, കർമ്മങ്ങൾ എല്ലാവരും കൂടി ചെയ്യുകയും വേണം എന്നർത്ഥം. ഇനി ഈ കല്ലുകളൊക്കെ കൊണ്ടുവന്നിട്ട്, ഇഷ്ടികകളൊക്കെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് പറയാണ്. ബ്രാഹ്മണാവസഥാശ്ചൈവ കർത്തവ്യാ ശതശുഭാഃ ഭക്ഷ്യാന്നപാനൈർബഹുഭിഃ സമുപേതാഃ സുനിഷ്ഠിതാഃ. ഇവിടെ ബ്രാഹ്മണർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതായ ധാരാളം ഭവനങ്ങൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ച് യാഗാദി കർമ്മങ്ങൾ ചെയ്യിക്കുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലം വേണം. അതാണ് ബ്രാഹ്മണ അവസഥങ്ങൾ. അവസഥങ്ങൾ എന്ന് പറഞ്ഞാൽ കയറിപ്പാർപ്പ് നടത്താൻ പറ്റുന്നതായിട്ടുള്ള, താമസിക്കാൻ പറ്റുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങളിപ്പോൾ പണിയുകയും വേണം. എത്രയാ? 100 കണക്കിന് പണിതോളൂ. അതാണ് ബ്രാഹ്മണാവസഥാശ്ചൈവ കർത്തവ്യാ ശതശ. 100 കണക്കിന് വളരെ ഭംഗിയുള്ളതും എല്ലാവർക്കും കയറി ചെന്നാൽ ആനന്ദം തോന്നുന്നതുമായിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ഗൃഹങ്ങളായിക്കൊള്ളുന്നില്ല, അങ്ങനെ യാഗത്തിന് വേണ്ടിയിട്ടുള്ളതായ ഗൃഹങ്ങൾ നിങ്ങൾ കുറച്ച് പേര് ചെയ്തോളൂ, പണി നടത്തിക്കോളൂ എന്നാണ് പറയണത്. യാഗങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ബ്രാഹ്മണരൊക്കെ വരുമ്പോൾ അവർക്ക് താമസിക്കാനുള്ളതായ സുന്ദരമായിട്ടുള്ള കെട്ടിടങ്ങൾ പണിയണം. അതാണ് ബ്രാഹ്മണാവസഥാശ്ചൈവ കർത്തവ്യ ശതശുഭാഃ. മാത്രമല്ല അവിടെ എന്തൊക്കെ ഉണ്ടാവണം? ഭക്ഷ്യ അന്നപാനൈർ ബഹുഭി സമുപേതാ സുനിഷ്ഠിതാഃ. പലതരത്തിലുള്ള ഭക്ഷണപദാർത്ഥങ്ങളും പാനീയങ്ങളും ഒക്കെ അവിടെ ധാരാളമായിട്ടുണ്ടാവണം. ബഹുഭി സമുപേതാഃ സുനിഷ്ഠിതാഃ. ഒന്ന് കഴിഞ്ഞു അയ്യോ ഇനി ഇല്ല എന്നൊന്നും പറയരുത്. ധാരാളം സ്റ്റോക്ക് ചെയ്യും വേണം.
കുടിക്കാനും കഴിക്കാനും ഒക്കെ ഉള്ളതായ സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നാണ് ഈ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആ ഗൃഹത്തിൽ ഉണ്ടാവണം എന്നാണ് വസിഷ്ഠൻ മറ്റ് ജനങ്ങളോട് അല്ലെങ്കിൽ ഭക്തന്മാരോട് ബ്രാഹ്മണരോട് പറയണത്. അതാണ് ഭക്ഷ്യ അന്നപാനൈഹി ബഹുഭിഹി സമുപേത സുനിഷ്ഠിതാഹ. കുടിക്കാനും കഴിക്കാനും ഒക്കെയുള്ള സാധനങ്ങൾ ധാരാളം ആൾക്കാർ വരുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ധാരാളമായിട്ട് അവിടെ കരുതുകയും വേണം. ഇനി 11ാമത്തെ ശ്ലോകം നോക്കൂ. തഥാ പൗരജനസ്യാപി കർത്തവ്യാശ്ച സുവിസ്തരാഹ ആഗതാനാം സുദൂരാച്ച പാർത്ഥിവാനാം പൃഥക് പൃഥക്. അപ്പോൾ അതിലെന്തൊക്കെ ചെയ്യണം? അവിടെ പിന്നെന്തൊക്കെ വേണം? തഥാ പൗരജനസ്യാപി കർത്തവ്യാശ്ച സുവിസ്തരാഹ. പൗരജനങ്ങൾ അവിടെയുള്ള, അതായത് ആ നാട്ടിലുള്ള ആൾക്കാർ, അവർക്കും വേണ്ടത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അതാണ് തഥാ പൗരജനസ്യാപി കർത്തവ്യാശ്ച സുവിസ്തരാഹ. അവിടെയുള്ള ആൾക്കാർ, ഈ അയോധ്യയിലുള്ള ആൾക്കാർക്ക് അവിടെ കൂടാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാനുമുള്ളതായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കണം. അതോടൊപ്പം വരുന്നവർക്കും വേണം. ആഗതാനാം സുദൂരാച്ച പാർത്ഥിവാനാം. സുദൂരാദാഗതാനാം പാർത്ഥിവാനാം പൃഥക് പൃഥക് സുവിസ്തരാഹ കർത്തവ്യാഹ. വരുന്നവർക്കും അവിടെ താമസിക്കുന്നവർക്കും, അതായത് തദ്ദേശീയരായിട്ടുള്ള രാജാക്കന്മാർ, സാമന്ത രാജാക്കന്മാർ, പ്രജകളൊക്കെ ഉണ്ടാവും. അവർക്ക് താമസിക്കാനുള്ളൊരു ഭാഗം, ക്ഷണിച്ചിട്ട് വരുന്നവരായിട്ടുള്ള രാജാക്കന്മാർ, ദൂരത്തു നിന്ന് വരുന്നവരുണ്ടാവും, അവർക്ക് താമസിക്കാനുള്ള ഭാഗം ഒന്ന് വേറെ. അങ്ങനെ വെവ്വേറെ താമസ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ തന്നെ പണിയണം എന്നാണ് ഇവിടെ പറഞ്ഞു വച്ചേക്കുന്നത്. നമുക്ക് 12ാമത്തെ ശ്ലോകം നോക്കാം. വാജിവാരണശാലാശ്ച തഥാ ശയ്യാഗൃഹാണി ച ഭടാനാം മഹദാവാസ വൈദേശിക നിവാസിനാം. 13 കൂടി പറയാം. ആവാസ ബഹുഭക്ഷ്യ വൈ സർവകാമൈരുപസ്ഥിതാ തഥാ പൗരജനസ്യാപി ജനസ്യ ബഹുശോഭനം. ഇനി യാഗാദി കർമ്മങ്ങൾക്ക് രാജാക്കന്മാരൊക്കെ വരുമ്പോൾ അവർക്ക് കുതിര ഉണ്ടാവാം, ആന ഉണ്ടാവാം. അപ്പോൾ അവരെയൊക്കെ തളച്ചിടാൻ വേണ്ടിയിട്ടുള്ളതായ അങ്ങനെയുള്ള ശാലകളും ഉണ്ടാവണം. അതാണ് വാജിവാരണശാലാശ്ച. വാജികൾ, കുതിരകൾ, വാരണങ്ങൾ, ആനകൾ, ഇതിൻ്റെയൊക്കെ പുറത്ത് കയറിയിട്ട് ഏതൊക്കെ രാജാക്കന്മാർ വരണോ അവർക്കൊക്കെ യാഗം ചെയ്യാനുള്ള സ്ഥലവും സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കണം. അവർ വന്നതായിട്ടുള്ള വാഹനമായിക്കോട്ടെ, രഥമായിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മൃഗങ്ങളായിക്കോട്ടെ, അവർക്കൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലം കണ്ടെത്തണം. അതാണ് വാജിവാരണശാലാശ്ച. വാജികൾക്കും വാരണങ്ങൾക്കും പ്രത്യേകം ശാലകൾ വേണം. ശയ്യാഗൃഹാണിച്ച, അതോടൊപ്പം ധാരാളമായിട്ട് കിടപ്പുമുറികൾ, ഇന്ന ആൾക്കാരൊന്നുമില്ല, കിടപ്പുമുറികൾ തയ്യാറാക്കി വയ്ക്കുക. ആര് വന്നാലും രാത്രി കൂടാൻ പാകത്തിലുള്ള കിടപ്പുമുറികൾ തയ്യാറാക്കി വയ്ക്കണം. പിന്നെ ഭടാനാം മഹദ് ആവാസ വൈദേശിക നിവാസിനാം. ഭടന്മാർക്ക്, പ്രത്യേകിച്ച് വൈദേശിക നിവാസികളായിട്ടുള്ള മറ്റു രാജ്യത്ത് നിന്ന്, മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നവരായിട്ടുള്ള ഭടന്മാർ, അവർക്കും താമസിക്കാൻ വേണ്ടതായിട്ടുള്ള വലിയ ആവാസസ്ഥാനങ്ങൾ ഒരുക്കണം. അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കൂടെ വരുന്നവരായിട്ടുള്ള ആൾക്കാരും ആവാം, വൈദേശികന്മാരായിട്ടുള്ള ഭടന്മാരുണ്ടാവാം. അവർക്കുമൊക്കെ നല്ല ഒരു താമസ സൗകര്യം, മറ്റുള്ളവരുടെ ആക്രമണങ്ങളൊന്നും ഇല്ലാത്തതായിട്ടുള്ള താമസ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് പറയണത്. നമുക്ക് 13ാമത്തെ ശ്ലോകം കൂടി നോക്കാം. ആവാസ ബഹുഭക്ഷ്യ വൈ സർവകാമൈരുപസ്ഥിതാ തഥാ പൗരജനസ്യാപി ജനസ്യ ബഹുശോഭനം. ഇനി അവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് അവിടെ സുഖം മാത്രമേ ഉണ്ടാവാവൂ, അതില്ല ഇതില്ല തുടങ്ങിയിട്ടുള്ള ദാരിദ്ര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അതാണ് ആവാസ ബഹുഭക്ഷ്യ വൈ സർവകാമൈരുപസ്ഥിത. അവിടേക്ക് വരുന്നവരായിട്ടുള്ള രാജാക്കന്മാർക്കും ബ്രാഹ്മണർക്കൊക്കെ എന്തെല്ലാം കഴിക്കണമെന്ന ആഗ്രഹങ്ങളുണ്ടോ അതിനനുസരിച്ചുള്ളതായ നല്ലൊരു അടുക്കള, അതുപോലെ തന്നെ എല്ലാ കാമങ്ങളും ലഭിക്കാൻ തക്കവണ്ണം ഇന്നത് വേണം, അല്ലെങ്കിൽ ഇന്നത് ശ്വസിക്കണം, ഇന്നത് സ്പർശിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അതൊക്കെ സാധിച്ചു തരുന്നതായിട്ടുള്ള ഒരു വലിയ ശാലയാണ് അവിടെ പണിയേണ്ടതായിട്ടുള്ളത്. അതാണ് സർവകാമൈരുപസ്ഥിതാഹ തഥാ പൗരജനസ്യാപി ജനസ്യ ബഹുശോഭനം. അവിടെയുള്ള പൗരജനങ്ങൾക്കും സ്ത്രീ പുരുഷന്മാർക്കൊന്നും ഭേദമില്ലാതെ എല്ലാവർക്കും സുഖമായി താമസിക്കാവുന്ന, വളരെ ആഡംബരത്തോടു കൂടി താമസിക്കാവുന്ന ഒരു ശാല പണിയണമെന്നായിരുന്നു ഉപദേഷ്ടാവായിട്ടുള്ള വസിഷ്ഠൻ അവിടെ കൂടിയിരുന്ന എല്ലാ പ്രവർത്തകന്മാരോട്, പലതരത്തിലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, അവരോടൊക്കെ പറഞ്ഞത്. അവരാണ് ഇനി ഇതൊക്കെ പണിയാൻ പോണത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തതോബ്രവീദ്വിജാൻ വൃദ്ധാൻ യജ്ഞകർമ്മസു നിഷ്ഠിതാൻ
സ്ഥാപത്യേ നിഷ്ഠിതാംശ്ചൈവ വൃദ്ധാൻ പരമധാർമ്മികാൻ കർമാന്തികാൻ ശില്പകാരാൻ വർദ്ധകീൻ ഖനകാനപി ഗണകാൻ ശില്പിനശ്ചൈവ തഥൈവ നടനർത്തകാൻ തഥാ ശുചീൻ ശാസ്ത്രവിദഃ പുരുഷാൻ സുബഹുശ്രുതാൻ യജ്ഞകർമ്മ സമീഹന്താം ഭവന്തോ രാജശാസനാത് ഇഷ്ടകാ ബഹുസാഹസ്രീ ശീഘ്രമാനീയതാമിതി ഉപകാര്യാഃ ക്രിയന്താം ച രാജ്ഞോ ബഹുഗുണാന്വിതാഃ ബ്രാഹ്മണാ വസഥാശ്ചൈവ കർത്തവ്യാഃ ശതശുഭാഃ ഭക്ഷ്യാന്നപാനൈർബഹുഭിः സമുപേതാഃ സുനിഷ്ഠിതാഃ തഥാ പൗരജനസ്യാപി കർത്തവ്യാശ്ച സുവിസ്തരാഃ ആഗതാനാം സുദൂരാശ്ച പാർത്ഥിവാനാം പൃഥക് പൃഥക് വാജിവാരണശാലാശ്ച തഥാ ശയ്യാഗൃഹാണി ച ഭടാനാം മഹദാവാസാ വൈദേശികനിവാസിനാം ആവാസാ ബഹുഭക്ഷ്യാ വൈ സർവകാമൈരുപസ്ഥിതാ തഥാ പൗരജനസ്യാപി ജനസ്യ ബഹുശോഭനം. അങ്ങനെ വസിഷ്ഠൻ കുറേ കാര്യങ്ങൾ അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണരോടായിട്ട് തയ്യാറാവാൻ വേണ്ടിയിട്ട്, അതായത് ഒരു അശ്വമേധയാഗം ചെയ്യാനായിട്ട് തയ്യാറായി വന്നവരെ ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. സുന്ദരമായിട്ടുള്ള ഈ ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.